رب العالمين والصلاة والسلام على نبينا محمد الصادق الوعد الأمين اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه واجعلنا ممن يستمعون القول فيتبعون أحسنه وأدخلنا برحمتك في عبادك الصالحين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون വിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതഅതു. സഹോദരന്മാരെ, ഇന്ന് സോഷ്യൽ മീഡിയകൾക്കും ചാനലുകൾക്കുമൊക്കെ വയറ് നിറക്കാനുള്ള ഒരു വമ്പൻ ചാകര ലഭിച്ചിരിക്കുകയാണല്ലോ. അതാണ് യമൻ വധശിക്ഷ നിയമം. ഇവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആ വധശിക്ഷയിലേക്കല്ല, മറിച്ച് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക ശരീഅത്തിനെയും കരിവാരിത്തേക്കാനും അതിനെ കാടൻ നിയമമാണ് എന്ന് പറഞ്ഞ് വിമർശിക്കാനുമൊക്കെ അതിന് ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ചാനലുകൾക്ക് പിമ്പിലുണ്ട്. അതാണ് നാം സൂക്ഷിക്കേണ്ടത്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, വധശിക്ഷ എന്ന് പറയുന്നത് ഒരു കാടൻ നിയമമാണോ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണോ? അല്ല. ചൈന പോലുള്ള അനിസ്ലാമിക രാജ്യങ്ങളിലാണ് വധശിക്ഷകൾ ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്നത്. ചരിത്രം പരിശോധിച്ചു നോക്കൂ. വധശിക്ഷ യഥാർത്ഥത്തിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ഇംഗ്ലണ്ടിലെ 1820 ആ കാലഘട്ടത്തിലായിരുന്നു. ഇന്നും 58 രാജ്യങ്ങളിൽ വധശിക്ഷ നടപ്പാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇസ്ലാമിന്റെ ഈ നിയമത്തെ കരിവാരിത്തേക്കാൻ, ഇസ്ലാമിക ശരീഅത്തിന്റെ മുഖം വികൃതമാക്കാൻ ആളുകൾ തുനിയുന്നത്? അവിടെയാണ് ചിന്താവിഷയം. യഥാർത്ഥത്തിൽ ഇസ്ലാം, സഹോദരന്മാരെ, ആ ഇസ്ലാം എന്ന് പറയുന്നത് വധശിക്ഷക്ക് പ്രേരണ നൽകുകയല്ല, മറിച്ച് ആ ജാഹിലിയ കാലഘട്ടം മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ പ്രശ്നത്തിന് കാലങ്ങളോളം യുദ്ധമുണ്ടാകുകയും അങ്ങനെ പിടിക്കപ്പെടുന്നവരെ വധശിക്ഷ നടപ്പാക്കിക്കൊണ്ട് ശിക്ഷ നൽകുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആ ലോകത്തോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ പ്രതിക്രിയ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അൽ ഹുർറു ബിൽ ഹുർ, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ, വൽ അബ്ദു ബിൽ അബ്ദ് വൽ ഉൻസ ബിൽ ഉൻസ, ആണിന് പകരം ആണ്, പെണ്ണിന് പകരം പെണ്ണ്, അടിമയ്ക്ക് പകരം ആ അടിമ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയണു, ഫമൻ ഉഫിയ ലഹു മിൻ അഖീ, കൊല്ലപ്പെട്ടവന്റെ സഹോദരനിൽ നിന്ന്
ആശ്രിതരിൽ നിന്ന് നിങ്ങൾക്ക് വല്ല മാപ്പും ലഭിച്ചാൽ, ഇളവ് ലഭിച്ചാൽ ഫത്തിബാഉം ബിൽ മഅറൂഫ്, ആ മര്യാദ പാലിച്ചുകൊണ്ട് ആ മാപ്പിനെ നിങ്ങൾ പിൻപറ്റണം. വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, നല്ല നിലയിൽ അവർക്ക് നിങ്ങൾ നഷ്ടപരിഹാരം നൽകുകയും വേണം. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള വിട്ടുവീഴ്ചയാണ്. വറഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക, ഇതിനപ്പുറം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും അതിക്രമം കാണിക്കുകയാണെങ്കിൽ ഫലഹു അദാബുൻ അലീം, അവന് നോവേറിയ വേദനാജനകമായ ആ നരകശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ഇസ്ലാം വരുന്നതിന് മുമ്പ് വധശിക്ഷ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ മാപ്പ് കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ആ മാപ്പ് കൊടുക്കുന്ന സമ്പ്രദായം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ഈ വിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ബനൂ ഇസ്രായേൽക്കാരിലും അവരിലുമൊക്കെ ഇത്തരത്തിൽ മാപ്പ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽപ്പെട്ട പ്രമാണിമാരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും അത് ശിക്ഷിക്കാതിരിക്കുകയും, ആ പ്രമാണിമാരല്ലാത്ത പാവപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ബനൂ ഇസ്രായേൽക്കാരിലൊക്കെ ഉണ്ടായിരുന്നു, ജൂത ക്രിസ്തീയ വിഭാഗത്തിലൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒരു തെറ്റ് തെറ്റാണ്, ഒരു കുറ്റകൃത്യം കുറ്റകൃത്യമാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അത് സാഹചര്യ തെളിവുകളിലൂടെ പോയി കോടതി മനസ്സിലാക്കും. ഇന്ന കാര്യം തെറ്റാണ്, ഇന്ന കാര്യം കുറ്റമല്ല എന്ന് ആ മൊഴി പറയുന്നതിനനുസരിച്ചും സാഹചര്യ തെളിവുകളിലൂടെയും അത് ചെയ്തുകൊണ്ടാണ് കോടതി അത് മനസ്സിലാക്കുക. അപ്പൊ കോടതിയുടെ മുന്നിൽ ഒരു കുറ്റം അത് മനഃപൂർവ്വമുള്ള കുറ്റമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് അയാൾക്ക് വധശിക്ഷ വിധിക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വമല്ലാത്ത ഒരു ശിക്ഷ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു സംഘർഷം ഉണ്ടായി, ആ സംഘർഷത്തിൽ പോയി ഞാൻ ഇടപെട്ടു, എന്നെ കൊല്ലണം എന്ന് അവർക്ക് ആഗ്രഹമില്ല, പക്ഷേ ഞാൻ അതിൽ അകപ്പെട്ടു, ഞാൻ കൊല്ലപ്പെട്ടു. അത് മനഃപൂർവ്വമല്ല. ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അറിയാതെ ചിലപ്പോൾ പോയി ഇടിച്ചു വരും, അപകടം ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വമല്ല. അപ്പൊ മനഃപൂർവ്വമല്ലാത്ത വധശിക്ഷ ഇതിന് എന്തില്ല, വധശിക്ഷയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ടല്ലോ. എന്താ വദഖലൽ മദീന, മഹാനായ മൂസാ നബി ആ കൊട്ടാരത്തിൽ ഇങ്ങനെ അവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം സാധാരണ പട്ടണത്തിലേക്കൊന്നും അങ്ങനെ അധികം ഇറങ്ങാറില്ല, അവിടുത്തെ ജോലി ഉണ്ടാവും. ആ സമയത്ത് വദഖലൽ മദീന അലാ ഹീനി ഖഫലത്തിൻ മിൻ അഹ്ലിഹ, ആ പട്ടണവാസികളായ ആളുകൾ അശ്രദ്ധയിലിരിക്കെ അദ്ദേഹം പട്ടണത്തിലേക്ക് കടന്നു വന്നു. ഫവജദ ഫീഹാ റജുലൈനി യഖ്തതിലാൻ, അവിടെ കച്ചറ കൂടുന്ന പോരാടുന്ന രണ്ടാളുകളെ മൂസാ നബി കാണുകയുണ്ടായി. ഹാദാ മിൻ ശിയത്തി, ഒരാൾ മൂസാ നബിയുടെ കക്ഷിയിൽപ്പെട്ടവനും വഹാദാ മിൻ അദുവി, മറ്റേ ആൾ മൂസാ നബിയുടെ ശത്രുപക്ഷത്തിൽപ്പെട്ടവനുമാണ്. ഫസ്തഗാത ഉല്ലദീ മിൻ ശിയത്തി, അപ്പൊ മൂസാ നബിയുടെ കക്ഷിയിൽപ്പെട്ട ആള് മൂസാ നബിയോട് സഹായം തേടി, അലല്ലദീ മിൻ അദുവി, ശത്രുവിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സഹായം തേടി. മൂസാ നബി എന്ത് ചെയ്തു? ഫവഖദഹു മൂസ, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒരൊറ്റ ഇടിയാട് കൊടുത്തു. അപ്പൊ എന്തായി? ഫഖള അലൈഹി, ആ മനുഷ്യൻ അങ്ങോട്ട് മരിച്ചു, അയാളെ പണി കഴിഞ്ഞു. ഖാല, അപ്പൊ മൂസാ നബി പറയാണ്, ഹാദാ മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. ഇന്നഹു അദുവ്വുൻ മുദില്ലും മുബീൻ, തീർച്ചയായും പിശാച് വ്യക്തമായി ആളുകളെ വഴിപിഴപ്പിക്കുന്നവനാണ്. അപ്പൊ മൂസാ നബി മനഃപൂർവ്വം അയാളെ കൊല ചെയ്യണം എന്ന ആ രൂപത്തിലല്ല മൂസാ നബി അലൈഹി സ്വലാം അയാളെ ഇടിച്ചത്. അതുകൊണ്ടാണ് അല്ല എന്നുള്ളതിന് എന്താ തെളിവ്? അതുകൊണ്ടാണ് ആ വധം, ആ മരണം കഴിഞ്ഞതിന് ശേഷം മൂസാ നബി പറയണെന്താ? ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി, പടച്ചോനെ ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നു, അനീതി പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് റബ്ബേ ഫഗ്ഫിർലി, എനിക്ക് ഇനി പുറത്തു തന്നെ പഠിച്ചോനെ. ഫഗഫറ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം,
തീർച്ചയായും അള്ളാഹു അങ്ങേറ്റം പൊറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമാണ്, റഹീമുമാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിക്കും. അപ്പൊ ഈ രൂപത്തിലൊക്കെ മനുഷ്യരിൽ അബദ്ധത്തിൽ ചിലപ്പോൾ തെറ്റ് സംഭവിക്കാറുണ്ട്. ഈ അബദ്ധത്തിൽ ചെയ്യുന്ന തെറ്റിനല്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത്, മറിച്ച് പിന്നെ മനഃപൂർവം യമൻ വധശിക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വളരെ ആസൂത്രിതമായിട്ടാണ് ആ കൊലപാതകം നടന്നത്. അല്ലെങ്കിൽ സാധിക്കൂല. എന്താ തെളിവ്? ആസൂത്രിതമായത് കൊണ്ടാണല്ലോ ആ മരണത്തിന് ശേഷം 110 കഷ്ണങ്ങളാക്കി അത് കീസിൽ കെട്ടിക്കൊണ്ട് ആളുകൾ വെള്ളം കുടിക്കുന്ന ആ വെള്ള ടാങ്കിൽ കൊണ്ടുപോയി. എത്ര ക്രൂരതയാണ് ചെയ്യുന്നത്! ഒരു ക്രൂരത മാത്രമല്ല, ഏതായാലും കൊല ചെയ്തു, അവിടെ നിർത്തിയില്ല, വീണ്ടും കഷ്ണാക്കാണ്, അതും നിർത്തിയില്ല, പൊതുജനങ്ങൾ കുടിക്കുന്ന വെള്ള ടാങ്കിൽ കൊണ്ടുപോയിടുക. ഇതിനേക്കാൾ വലിയ ക്രൂരത എന്താണ് സഹോദരൻ? ഇവിടെ വധശിക്ഷയാണോ നല്ലത്? അതല്ല മാപ്പ് കൊടുക്കുകയാണോ നല്ലത്? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്തരം ആളുകൾ സമൂഹത്തിൽ ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? ഇവിടെ വധശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഏറ്റവും വലിയ ക്രൂരനായ, സാമൂഹ്യ ദ്രോഹിയായ, ക്രൂരനായ ഒരു മനുഷ്യൻ വീണ്ടും അവനെ തുറിങ്കിലടക്കപ്പെട്ട അവനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ അവന് വീണ്ടും പൂർവാധികം ധൈര്യത്തോടെ ഈ പ്രവർത്തനം ചെയ്യും, ഈ തിന്മ ചെയ്യും. ആ തിന്മ ചെയ്യുമ്പോൾ നാട്ടിൽ വീണ്ടും അരാജകത്വം ഉണ്ടാകും, ആ നാട്ടിലെ ദുർഭയത്വം പോകും, ആ കുടുംബത്തിന് അസ്വസ്ഥത ഉണ്ടാവില്ല, നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല. ഇത്തരം സാമൂഹ്യ ദ്രോഹികൾ ലോകത്ത് വളർന്നു വന്നാൽ. എന്നാൽ അബദ്ധത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ അബദ്ധത്തിലാണ് വന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്താൽ മതി? ആ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് പ്രായശ്ചിത്തം നൽകി, ബ്ലഡ് മണി നൽകിക്കൊണ്ട് ആ വധശിക്ഷയിൽ നിന്ന് അയാൾക്ക് മുക്തമാവാം. അതിനവിടെ അർഹതയുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ ദിയത്ത് എന്ന് പറയുന്നത്. ആ നഷ്ടപരിഹാരം നൽകണേനാണ്. എന്നാൽ കൊലപാതകം ബോധപൂർവമാണെങ്കിൽ അത്തരം ഒരു സംഗതിക്ക് നിൽക്കാതിരിക്കലാണ് ഏറ്റവും. ഇനി കൊല്ലപ്പെട്ട ആൾ അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ വിരോധമില്ല, ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല. അതാണ് ഫമൻ ഉഫിയ എന്ന് പറഞ്ഞുകൊണ്ട് ഫമൻ ഉഫിയ ലഹു മിൻ അഖി എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു. ആ കൊല്ലപ്പെട്ട ആളുകളിൽ നിന്ന് അയാൾക്ക് മാപ്പ് ലഭിച്ചാൽ അയാൾ അതിനെ പിൻപറ്റി ആ മര്യാദയോടുകൂടി ജീവിക്കണം. വീണ്ടും ആ പ്രവർത്തനത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ ഒരു നിയമത്തെയാണ് ഇവിടെ കാടത്തം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കാടത്തമാണോ സഹോദരന്മാരെ? ആലോചിച്ച് നോക്കൂ. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം, ആ കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന 10 രാജ്യങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ അവരുടെ പഠനത്തിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ആ 10 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം മുസ്ലിം രാജ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ മോഷണ കുറ്റം നടക്കുന്ന, ആ കുറ്റകൃത്യം നടക്കുന്ന 10 രാജ്യങ്ങൾ അവർ തന്നെ കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട്, പഠനം പുറത്തു വിട്ടിട്ടുണ്ട്. ആ 10 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം, സൗദിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ? ഇല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ വേശ്യാവൃത്തി നടക്കുന്ന 10ഓ 50ഓ രാജ്യങ്ങളുടെ പേരുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 10ഓ 50ഓ 20ഓ ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമുണ്ടോ? ഇല്ല. അവിടെയൊക്കെ വേശ്യാവൃത്തി ഉണ്ടാവും, മോശം ഉണ്ടാവും. പക്ഷേ ഇവര് പുറത്തുവിട്ട ഏറ്റവും കൂടുതൽ എന്ന ആ ഗണത്തിൽ ആ ടൈം ടേബിൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെയും ആ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെയും ഇവർക്ക് എതിർക്കാൻ സാധിക്കുന്നത്? അത് കാടത്തമാണെങ്കിൽ എന്തുകൊണ്ടാണ് ചൈന പോലുള്ള 58 രാജ്യങ്ങൾ ഇന്നും അത് നടപ്പാക്കുന്നത്? ആലോചിച്ചു നോക്കൂ. ഇന്നതിനെ വേണ്ടി എതിർക്കുന്ന രാജ്യങ്ങളൊക്കെ പുരാതന കാലം അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊക്കെ ആ പ്രവൃത്തി ചെയ്തിരുന്നവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മനുഷ്യന് ഒരു വാഹനം ഉണ്ടാക്കുമ്പോൾ ആ വാഹനത്തിന്റെ നിയമം പഠിപ്പിക്കേണ്ടതാരാ? ആ കമ്പനിയാണ്. നിങ്ങൾ എങ്ങനെ ഓടിക്കണം, എന്തിനാണ് ആ വാഹനത്തിന് ആക്സിലേറ്റർ, എന്തിനാണ് ആ വാഹനത്തിന് സ്റ്റാറിംഗ്, എന്തിനാണ് ആ വാഹനത്തിന് ബ്രേക്ക് പിടിപ്പിച്ചത്?
ബ്രേക്കിന്റെ ആവശ്യമില്ലല്ലോ. ആക്സിലേറ്റർ ചവിട്ടിയാൽ വാഹനം വന്ന ആ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി. എന്തിനാ ബ്രേക്ക് സഹോദരന്മാരെ? എന്തിനാണ് ആ കമ്പനി അത് നിർമ്മിച്ചത്? അത് നമ്മുടെ സുരക്ഷിതത്വത്തിനാണ്. നമ്മുടെ സുരക്ഷ മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് ബ്രേക്ക് പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും നാശം അവിടെ പതിക്കും. ആ നാശത്തിൽ നാം പതിക്കും. ഇതേപോലെ നമ്മൾ ഈ വാഹനത്തെക്കാൾ ഏറ്റവും സങ്കീർണമായ ഒരു എഞ്ചിനാണ്, ഒരു മെഷീനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ എങ്ങനെ മുന്നോട്ട് പോകണം, ആ മുന്നോട്ട് പോകാനുള്ള എഞ്ചിനാണ്, അവന്റെ എണ്ണയാണ് ഷഹ്വാത്ത്, ദേഹേച്ഛകൾ എന്ന് പറയുന്നത്. ഈ ദേഹേച്ഛക്കനുസരിച്ച് ബ്രേക്ക് പിടിക്കാതെ ആ ദേഹേച്ഛക്കനുസരിച്ച് അവൻ മുന്നോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? എന്റെ ഇണയെ സ്വീകരിക്കണം. അതുകൊണ്ട് ആ ഇണയെ സ്വീകരിക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ മറ്റൊരു യുവതിയെ കണ്ടു, അവരെ ഞാൻ ആഞ്ഞു പിടിച്ചു. പറ്റുമോ സഹോദരന്മാരെ? എന്താ അവിടെ ഉണ്ടാകുന്നത്? അവിടെ ബ്രേക്ക് പിടിക്കണം, അങ്ങോട്ട് പോവരുത്. എന്റെ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ പോകണം. എനിക്ക് സമ്പത്തിന് അങ്ങേയറ്റം ആർത്തിയുണ്ട്, ഞാനത് സമ്പാദിക്കാൻ വേണ്ടി കുവൈത്തിൽ വന്നതാണ്, അതുകൊണ്ട് ഹലാലും ഹറാമും ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് സമ്പത്ത് കീശിയിലാക്കിയാൽ എങ്ങനെ ഉണ്ടാകും? അവിടെ ബ്രേക്ക് പിടിക്കണം. എന്ത്? ഹറാമിന്റെ മാർഗത്തിൽ പോകുമ്പോൾ എന്റെ ദേഹേച്ഛയെ അവിടെ തടഞ്ഞു നിർത്തണം. ഇല്ലെങ്കിൽ മഹാ അപകടത്തിലേക്കാണ് ഞാനും നിങ്ങളും വന്നെത്തുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടാവായ അല്ലാഹു മനുഷ്യനാകുന്ന ഈ എഞ്ചിൻ നിർമ്മിച്ചപ്പോൾ എങ്ങനെ ചലിക്കണം, എങ്ങനെ ചലിക്കരുത്, എവിടെ ബ്രേക്ക് പിടിക്കണം എന്ന നിയമങ്ങൾ, അതാണ് വധശിക്ഷകൾ, അതാണ് ഇസ്ലാമിക ശരീഅത്തിലെ മുഴുവൻ നിയമങ്ങളും. ഈ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ്, ഈ ബ്രേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് രാജ്യത്ത് സമാധാനം ഉണ്ടാകുകയുള്ളൂ. ആ മനുഷ്യന്റെ സുരക്ഷ അതിലാണ്. ഇഹത്തിലും പരത്തിലുമുള്ള അവന് സുരക്ഷ ലഭിക്കുന്നത് ഈ കാര്യത്തിലൂടെ. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങും. അത്തരം മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭക്തരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇഖ്വാനി ഫില്ലാഹി ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസിയത്ത് ചെയ്യണം. സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മഹ്സിൻ എന്ന് പറയുന്ന മഹ്സിൻ ബംഗാലിയുടെ വന്ധ്യനായ പിതാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെയും പിതാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വന്ധ്യനായ പിതാവിന് വേണ്ടി നമ്മുടെ സ്വന്തം പിതാവിന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുക. അള്ളാഹുവേ, ആ വന്ധ്യനായ പിതാവിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണമേ. ആ വന്ധ്യനായ പിതാവിൻ്റെ മരണം മൂലം ആ കുടുംബത്തിന് വന്നിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചുകൊണ്ട് സത്യവിശ്വാസത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ആ വിശ്വാസം അവർക്ക് നീ പ്രദാനം നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ അവരോടൊപ്പം ആ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കണമേ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.